ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഗ്രീൻ പീസ് കറിയാണ്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കിടിലൻ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഗ്രീൻ പീസ് 8 മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു കുക്കർ എടുത്തിട്ട് ഗ്രീൻ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൽ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതായത് ഇത് മുങ്ങിക്കെടുക്കാൻ പാകത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 4 വിസിൽ വരുന്നവരെയാണ് വേവിച്ചെടുക്കേണ്ടത്. ആദ്യത്തെ വിസിൽ വരുന്നവരെ ഫുൾ ഫ്ലെയിമിലും ബാക്കിയുള്ള 3 വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിലും വെച്ചാണ് വേവിക്കേണ്ടത്. അപ്പോൾ ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കുക്കറിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഗ്രീൻ പീസ് ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞു പോയിട്ടില്ല, പാകത്തിനാണ് വെന്ത് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും 2 ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്കയുടെ സീഡ്സ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 2 മീഡിയം സൈസ് സവാളയാണ്. അപ്പോൾ ആ സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ മീഡിയം സൈസ് സവാള ആയതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. ഇപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക്. ഞാനിവിടെ 2 വലിയ പച്ചമുളകാണ് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറ് നല്ലപോലെ ഒന്ന് മാറുന്നത് വരെ വേണം വഴറ്റിയെടുക്കാൻ. അപ്പോഴാണ് കേട്ടോ ഗ്രീൻ പീസ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇതിപ്പോൾ സവാള എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം സൈസ് തക്കാളിയാണ്. അത്യാവശ്യം നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയെല്ലാം നല്ലപോലെ ഒന്ന് വെന്തുടഞ്ഞ് വരണം. ഇതിപ്പോൾ തക്കാളിയെല്ലാം വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഉടയാത്ത തക്കാളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തവി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ ആ ഒരു പച്ചമണം മാറുന്നവരെ വേണം വഴറ്റിയെടുക്കാൻ. ഇപ്പോൾ പൊടികളുടെ ആ ഒരു പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു തേങ്ങാരപ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. കൂടെ മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ അരപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് അരപ്പ് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു വലിയ ക്യാരറ്റ് ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നമ്മളിതിലേക്ക് തേങ്ങ അരച്ച് ചേർത്തുകൊണ്ട് തന്നെ നല്ല കുറുകിയ ഒരു ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഉപ്പ് ചേർത്തതാണ്, നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി തിളച്ച് വരുമ്പോൾ 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി 3/4 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ലാസ്റ്റ് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഇത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.